ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഖാദി ബോർഡ് LDC വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഈ പരീക്ഷകളൊക്കെ ആയി ബന്ധപ്പെട്ട് മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിൽ മലയാളത്തിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 77/2014 ആയിട്ടുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 റൂറൽ ഡെവലപ്മെൻറ്റ് തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, വയനാട്, കണ്ണൂർ ഈ ജില്ലകളിലേക്ക് 7/6/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഗുണനാമം എന്നാൽ ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ദോഷത്തിൻ്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്നതാണ് ഗുണനാമം. അതായത് ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ദോഷത്തിൻ്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്നതാണ് ഗുണനാമം. ഉദാഹരണം തണുപ്പ്, ചൂട്, ആഴം, സൗന്ദര്യം ഇതേപോലുള്ളതെല്ലാം ഗുണനാമങ്ങളാണ്. ഇവിടെ ഇപ്പോൾ കളി, പഠിപ്പ്, അഴക്, ഉറക്കം. ഇതിൽ അഴകാണ് ഗുണനാമം. അഴക് എന്നതൊരു ഗുണമാണ്. അപ്പോൾ ഗുണനാമത്തിന് ഉദാഹരണം അഴകാണ്. പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേത്? പ്രതിനിധാനം ചെയ്യുക. പ്രതിനിധാനം ചെയ്യുക എന്നാണ് പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആഗമസന്ധി. എന്താണ് ആഗമസന്ധി നോക്കാം. സന്ധി എന്നാൽ ചേർച്ച എന്നർത്ഥം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധിയുടെ അടിസ്ഥാനം. രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിനായി അവയ്ക്കിടയിൽ ഒരു വ്യഞ്ജനം കയറുന്നു. ഇതാണ് ആഗമസന്ധി. ഒരു വ്യഞ്ജനം അധികമായി ആഗമിക്കുക അല്ലെങ്കിൽ വന്നു ചേരുന്നതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നെന്മണി എന്ന് വിഗ്രഹിച്ചെഴുതിയാൽ നെൽ പ്ലസ് മണിയാണ്. ഇവിടെ എൻ എന്ന പ്രത്യയം മാറി ഇൽ എന്നാണ് വന്നത്. അപ്പോൾ അത് പുതിയതായിട്ടൊന്നും വന്നു ചേരുകയല്ല, ഒന്ന് മാറി വേറൊന്ന് വരികയാണ് ചെയ്തത്. അത് ആദേശസന്ധിയാണ്. അടുത്തത് വിശപ്പുണ്ട്. വിശപ്പ് പ്ലസ് ഉണ്ട്. ഇവിടെ ഉണ്ട് എന്നതിൻ്റെ ഊ മാറി വിശപ്പു എന്നായി മാറി. ലോപിച്ചു. ഇത് ലോപസന്ധിയാണ്. അടുത്തത് പടച്ചട്ട. പട പ്ലസ് ചട്ട. ഇവിടെ ച എന്നത് ഇരട്ടിച്ചു. അത് ദിത്വസന്ധിയാണ്. ദിത്വസന്ധി. ഇനി തിരുവാതിര. തിരു പ്ലസ് ആതിര. തിരു പ്ലസ് ആതിരയാണ് തിരുവാതിര. ഇവിടെ വ എന്ന പ്രത്യയം വന്നു ചേരുകയാണ് ചെയ്തത്. അപ്പോൾ തിരുവാതിരയാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. ഇതിൽ ആ എന്ന പ്രത്യയം വായോടൊപ്പം ഉണ്ട്. വാ എന്നാണ് പറയുന്നത്. കൂടാതെ വ എന്ന പ്രത്യയം വന്നു ചേരുകയും ചെയ്തു. അപ്പോൾ തിരു പ്ലസ് ആതിര തിരുവാതിര ആഗമസന്ധി. അരയന്ന പ്രൗഢൻ ഈ പദത്തിൻ്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക. പ്രൗഢനായ അരയന്നം. പ്രൗഢനായ അരയന്നം എന്നാണ് അരയന്ന പ്രൗഢൻ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹ രൂപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആകാശം എന്ന അർത്ഥം വരാത്ത പദമേത്? വസുധ. വസുധ എന്നതാണ് ആകാശം എന്ന അർത്ഥം വരാത്ത പദം. മറ്റ് നഭസ്, വെണ്ടളം, വ്യോമം ഇതെല്ലാം ആകാശമാണ്. ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചരേത്തി. ഇതിൻ്റെ കർത്താവാര്? നാരായൺ. നാരായണാണ് ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച കൊച്ചരേത്തി എന്ന നോവലിൻ്റെ കർത്താവ്. സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്? മണലെഴുത്ത്. സുഗതകുമാരിയുടെ മണലെഴുത്ത് എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? സി കുഞ്ഞനന്ദൻ നായർ. സി കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. PC കുട്ടിക്കൃഷ്ണൻ ഉറൂബാണ്. ജോർജ് വർഗീസ് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാര്? മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു നോവലിലെ കഥാപാത്രമാണ് രഘു.
കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക്. എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക്. അടുത്തായി നമ്മൾ നോക്കുന്ന പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 216/2015 28/11/2015 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 NCA PH റൂറൽ ഡെവലപ്മെൻറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ് ഈ വിഭാഗത്തിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സുഖഭോഗങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ലഭിക്കുന്നത്. സുഖവും ഭോഗവും. സുഖവും ഭോഗവും എന്നാണ് സുഖഭോഗങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ലഭിക്കുന്നത്. രണ്ട് വാക്കുകളാണ്, സുഖവും ഭോഗവും. പ്രാവേ പ്രാവേ പോകരുതേ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവ് ആരാണ്? ഉള്ളൂർ. ഉള്ളൂർ എസ് പരമേശ്വരനാണ് പ്രാവേ പ്രാവേ പോകരുതേ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവ്. അപ്പുണ്ണി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഒരു കൃതിയിലേതാണ്? ഏതാണ് കൃതി? നാലുകെട്ട്. MT വാസുദേവൻ നായരുടെ പ്രശസ്തമായ കൃതിയാണ് നാലുകെട്ട്. അതിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. എൻ്റെ നാടുകടത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് എൻ്റെ നാടുകടത്തൽ. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുല മാമൊരഴുക്കുചാലായി. ഈ വരികൾ ആരുടേതാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമാമൊരഴുക്കുചാലായി. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവാര്? സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ്റെ ഒരു കൃതിയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ. അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏതു വിഭക്തിയെ സൂചിപ്പിക്കുന്നു? പ്രയോജിക. പ്രയോജിക എന്ന വിഭക്തിയുടെ പ്രത്യയമാണ് ആൽ. ഒരു നാമത്തോട് ആൽ എന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ പ്രയോഗം കിട്ടും. കുട്ടി എന്ന നാമത്തോട് ആൽ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടിയാൽ. അത് പ്രയോജികയാണ്. വിഭക്തി പ്രയോജികയാണ്. അപ്പോൾ ആൽ എന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രയോജികയാണ്. നിർദ്ദേശികയ്ക്ക് ഒരു പ്രത്യയമില്ല. കുട്ടി എന്നാണെങ്കിൽ കുട്ടി എന്ന് തന്നെയാണ് നിർദ്ദേശിക. ആധാരിക. ആധാരിക എന്നാൽ ഇൽ കൽ, വെള്ളത്തിൽ, പഠിക്കൽ, ഇതെല്ലാം ആധാരികയാണ്. ഇല്ലെന്നും കല്ലെന്നും വന്നു കഴിഞ്ഞാൽ അത് ആധാരികയാണ്. സംയോജിക. സംയോജിക ഓട് എന്നാണ്. കുട്ടിയോട്. ഓട് എന്ന പ്രത്യയം വന്നു കഴിഞ്ഞാൽ അത് സംയോജികയാണ്. ഓടുന്ന വണ്ടി. ഇതിലെ ഓടുന്ന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? പേരച്ചം. പേരച്ചത്തെയാണ് ഓടുന്ന വണ്ടി എന്നതിലെ ഓടുന്ന എന്ന പദം സൂചിപ്പിക്കുന്നത്. പേരച്ചം എന്നാൽ നാമപദത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയകളാണ് പേരച്ചം. ഇവിടെ ഓടുന്ന എന്നാൽ പൂർണ്ണമായിട്ടില്ല. ഓടുന്ന വണ്ടി, ഓടുന്ന കുട്ടി, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയകളാണ് പേരച്ചം. പൂർണ്ണക്രിയകളോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചം. പൂർണ്ണക്രിയകളോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചം. ഓടാൻ പോയി, അതെല്ലാം വിനയച്ചമാണ്. കുരിശ് പ്ലസ് അടയാളം. കുരിശടയാളം. വർണ്ണമാറ്റം അടിസ്ഥാനമാക്കി സന്ധി നിർണ്ണയിക്കുക. ഇവിടെ കുരിശ് അടയാളം ആ മാറി കുരിശടയാളം എന്നായി. ലോപസന്ധി. ലോപിച്ചു. ആ എന്ന പദം ഇവിടെ ലോപിച്ചു. ആ എന്ന പദം ലോപിച്ച് ഷായോട് ചേർന്നു. കുരിശ് പ്ലസ് അടയാളം കുരിശടയാളം. താഴെ പറയുന്നവയിൽ കണ്ണീർ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്ത പദം? രോദനം. രോദനം എന്നത് കണ്ണീർ എന്ന പദത്തിന്റെ പര്യായ പദമല്ല. അശ്രു, നയനാമ്പു, മിഴിനീർ ഇതെല്ലാം കണ്ണീർ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്.
Subscribe for more videos. To get instant notification for new videos, click on the bell icon.